നമസ്കാരം. പാവപ്പെട്ട തൊഴിലാളികളോട് അവർ കൂലിപ്പണിയെടുക്കുന്നതിൻ്റെ ഭാഗം പോലും ലെവിയായി പിടിക്കുന്ന പാർട്ടിയാണ് CPIM. ഇങ്ങനെ പിടിക്കുന്ന ലെവി പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ പാർട്ടി നേതാക്കൾ ധനസമ്പാദനത്തിനും വിദേശ ടൂറിനും ആഡംബര ജീവിതത്തിനും വേണ്ടി ചെലവഴിക്കുകയാണ് എന്ന വസ്തുത ആരും അറിയുന്നില്ല. പ്രത്യേകിച്ചൊരു പണിയും ചെയ്യാതെ തൊഴിലാളി നേതാവായി വിലസുന്ന ഇവരുടെയൊക്കെ സ്വത്ത് വിവരങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പോകും. അവരൊക്കെ പുറത്തുവിടുന്ന ഔദ്യോഗിക സ്വത്ത് യഥാർത്ഥ മൂല്യത്തിൻ്റെ 100% പോലും ഇല്ല എന്നത് വാസ്തവമാണെന്നിരിക്കെ എന്നിട്ടും കോടിക്കണക്കിന് കണക്ക് വരുന്നത് എങ്ങനെയെന്ന് ചോദിക്കാൻ ആരുമില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിൻ്റെയും ഭാര്യയുടെയും ധനവിവരങ്ങൾ ഭാര്യ PK ശ്യാമളയുടെ സത്യവാങ്മൂലത്തോട് പുറത്തു വന്നിട്ടുണ്ട്. ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലും കോടികളുടെ സ്വത്താണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ മൂല്യം, ബിനാമി പേരുകളിലും മറ്റും സമ്പാദിച്ച പണമുണ്ടാവാനുള്ള സാധ്യത ഇവയൊക്കെ തള്ളിക്കളയാൻ പറ്റുമോ? ശ്യാമളയുടെയും ഭർത്താവ് ഗോവിന്ദിൻ്റെയും മാത്രം കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളുടെയും പ്രായപൂർത്തിയായ മക്കളുടെയും ബിനാമി പേരിൽ ഇടപാട് നടത്താൻ ഇടയുള്ളവരുടെയും ഒക്കെ സ്വത്ത് വിവരം പരിശോധിച്ചാൽ ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയധികം കോടി ഉണ്ടാക്കിയത് എന്നാലോചിക്കേണ്ടി വരും. ഒരു അധ്യാപികയായി റിട്ടയർ ചെയ്ത ആളാണ്. അധ്യാപികയ്ക്ക് കിട്ടുന്ന പെൻഷനും മറ്റാനുകൂല്യങ്ങളും എത്രയാണെന്ന് നമുക്കറിയാം. ഗോവിന്ദൻ മാഷാവട്ടെ, മാഷെന്ന് ചേർക്കാൻ വേണ്ടി മാത്രം കായികാധ്യാപകനായ ആളാണ്. വളരെ കുറച്ച് വർഷം മാത്രമാണ് MV ഗോവിന്ദൻ പണിയെടുത്തത്. എന്നിട്ടും ഇവരുടെ സ്വത്ത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ശ്യാമളയുടെ കയ്യിൽ 8000 രൂപയും ഗോവിന്ദൻ്റെ കയ്യിൽ 5000 രൂപയും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ പാവങ്ങൾ എന്ന് കരുതും. പിന്നെ അങ്ങോട്ട് വിശദാംശങ്ങളാണ്. ആ വിശദാംശങ്ങൾ മുഴുവൻ ഞാൻ കടക്കുന്നില്ല. പല സഹകരണ ബാങ്കുകളിൽ ഇരുവർക്കുമുള്ള നിക്ഷേപം ഞെട്ടിക്കുന്നതാണ്. ശ്യാമളയുടെ പേരിൽ ബാങ്ക് ഡിപ്പോസിറ്റായി 32,61,778 രൂപയും ഗോവിന്ദൻ്റെ പേരിൽ 55,48,689 രൂപയും നിക്ഷേപമുണ്ട്. ഇത് കാഷായി ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ കണക്കാണ്. ഇനി സ്വത്ത് വിവരങ്ങൾ നോക്കുക. ശ്യാമളയുടെ പേരിൽ ചാവശ്ശേരി വില്ലേജിൽ 2.25 ഏക്കർ, ചാവശ്ശേരി വില്ലേജിൽ തന്നെ മറ്റൊരു പ്രോപ്പർട്ടി 0.2899 ഏക്കർ, കൊളാരി വില്ലേജിൽ 1.95 ഏക്കർ, കുരുമത്തൂർ വില്ലേജിൽ 0.14 ഏക്കർ, അങ്ങനെ 4 ഏക്കർ 641 സെന്റ് ഭൂമിയാണ് ശ്യാമളയുടെ പേരിൽ മാത്രമുള്ളത്. ഭർത്താവിൻ്റെ പേരിലും ഏതാണ്ട് 1/2 ഏക്കറോളം ഭൂമിയുണ്ട്. ഇവയുടെ വില 30 ലക്ഷവും 12 ലക്ഷവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30 പോയിട്ട് 3 കോടി കൊടുത്താലും 12 പോയിട്ട് 2 കോടി കൊടുത്താലും കിട്ടില്ല എന്നത് അറിയാവുന്നവർക്കറിയാം. പിന്നെയും പറയുന്നുണ്ട് നോൺ അഗ്രികൾച്ചറൽ, ഇത് അഗ്രികൾച്ചർ ലാൻഡാണ്. മൊറാഴ വില്ലേജിൽ ഇവർക്ക് നോൺ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്. വെറും 6500 രൂപ വിലയുള്ളതെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. എന്നാൽ അതിന് മാർക്കറ്റ് വാല്യൂ 30 ലക്ഷം രൂപയാണ് അത്രേ. 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടെന്ന് പറയുന്നു. വാടകയ്ക്ക് കൊടുക്കുന്ന 8710 സ്ക്വയർ ഫീറ്റ് വേറെയുണ്ട്. ഇതെല്ലാം കൂടി ഔദ്യോഗികം വെളിപ്പെടുത്തിയിരിക്കുന്നത് 50 ലക്ഷവും 42 ലക്ഷവും അധികം 92 ലക്ഷമാണ്. ഇങ്ങനെ ഒരുപാട് ലക്ഷങ്ങളുടെ കണക്ക് വേറെയുണ്ട്. ഇത് കൂടാതെ മൂവബിൾ അസറ്റ് എന്ന പേരിൽ 32,61,778 ശ്യാമളയ്ക്കും 55,48,689 ഗോവിന്ദനുമുള്ളത്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വേറെയുണ്ട് 50 ലക്ഷവും 42 ലക്ഷവും. ഏതാണ്ട് 116 ഗ്രാം സ്വർണം ശ്യാമളയ്ക്കുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് തന്നെ കോടികളാണ്. ഇനി ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില കണക്ക് കൂട്ടിയാൽ നമ്മൾ തലയിൽ കൈവച്ചു പോകും. ആദ്യത്തെ ചോദ്യം, ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന, വളരെ കുറച്ചു കാലം കായികാധ്യാപകനായിരുന്ന MV ഗോവിന്ദനും PK ശ്യാമളയ്ക്കും എങ്ങനെയാണ് ഇത്ര കോടി സ്വത്തുക്കൾ ഉണ്ടായത് എന്നാണ്. മക്കളുടെയും മറ്റ് ചാർച്ചക്കാരുടെയും സ്വത്തുക്കളെക്കുറിച്ചല്ല, ഇവരുടെ പേരിൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന സ്വത്തുക്കളെക്കുറിച്ചാണ്. ഇങ്ങനെയെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ നല്ലത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടതുണ്ടോ? ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു നിയമപ്രശ്നം കൂടി പറയേണ്ടതുണ്ട്. ഇത്ര കോടികളുടെ ആസ്തിയുള്ള, ഇത്രയധികം ഡിപ്പോസിറ്റുള്ള ഇവർ എത്ര രൂപയാണ് ടാക്സ് അടയ്ക്കുന്നത് എന്നറിയാമോ? 0. 1 രൂപ പോലും ടാക്സ് അടയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല, ടാക്സ് റിട്ടേണും സമർപ്പിക്കുന്നില്ല. 800 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുണ്ടെങ്കിൽ, ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ കൊടുക്കണമെന്നാണ് നിയമം. 4 ലക്ഷം രൂപ വരെ ഔദ്യോഗികമായി ടാക്സ് അടയ്ക്കാത്തതിന് ഒഴിവുള്ളൂ. റിബേറ്റ് അടക്കമാണ് 12 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടില്ലാത്തത്. 4 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുണ്ടെങ്കിൽ റിബേറ്റ് കൈപ്പറ്റണമെങ്കിൽ ടാക്സ് റിട്ടേൺ കൊടുക്കണം. 86 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ള ഇവർക്ക് കുറഞ്ഞത് വർഷം 5 ലക്ഷം രൂപ പലിശ കിട്ടും. ഈ പലിശ മാത്രം കണക്കാക്കിയാൽ ഇവർ ടാക്സ് റിട്ടേൺ കൊടുക്കേണ്ട പരിധി കഴിയുന്നു. ഇരുവർക്കുമുള്ള പെൻഷനും മറ്റു വരുമാനങ്ങളും വേറെയാണ്. ഇതൊക്കെ ഉൾപ്പെടുമ്പോൾ ഇവർ
ടാക്സ് റിട്ടേൺ സമർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവരുടെ അഫിഡവിറ്റിൽ ടാക്സ് റിട്ടേണിന്റെ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് നോട്ട് ആപ്ലിക്കബിൾ എന്നാണ്. എന്ന് വെച്ചാൽ 1 രൂപ പോലും നികുതി അടയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ടാക്സ് റിട്ടേൺ സമർപ്പിക്കാതെ നിയമവിരുദ്ധമായി നികുതി ആനുകൂല്യം തട്ടിയെടുക്കുന്നു. ഇവരാണ് മത്സരിക്കുന്നതും MLA ആകാനും മന്ത്രിയാകാനും ശ്രമിക്കുന്നതും. ചുമ്മാതല്ല, കണ്ണൂരിലും പയ്യന്നൂരിലുമൊക്കെ നല്ല സഖാക്കൾ ഗോവിന്ദനും ഭാര്യയ്ക്കുമെതിരെ രംഗത്ത് വരുന്നത്. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിച്ച് പള്ള വീർപ്പിച്ച് നികുതി പോലും അടയ്ക്കാതെ ഇവർ തടിച്ചു കൊഴുക്കുമ്പോൾ ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരോട് നോ പറയണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ മറ്റെപ്പോൾ നിങ്ങൾക്ക് ഇവരോട് നോ പറയാൻ കഴിയും? പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത്, തീർച്ചയായും നിങ്ങളെ ചതിക്കുന്ന ഈ നേതാക്കൾക്കെതിരെ വിധി എഴുതണം. തട്ടിപ്പും വെട്ടിപ്പും നടത്തി നിങ്ങളുടെ പാർട്ടിയെ വിഴുങ്ങിയിരിക്കുന്ന ഈ മുതലാളിമാരിൽ നിന്നും പാർട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾ ഏറ്റെടുക്കണം.